മനസാക്ഷിയുടെ മുന്നില് തെറ്റുകാരി അല്ലാത്തൊരു സ്ത്രീയോടാ നിങ്ങൾ സംസാരിക്കുന്നത്. അപമാനവും മുറിവും ഏറ്റത് എനിക്കാ, നിങ്ങൾക്കല്ല. പണ്ടും ഇതുപോലെ ഞാൻ കേട്ടതാ, ഇതുപോലത്തെ ചാരിത്ര പ്രസംഗം. ഇത് ഇനിയും കേൾക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാ നീ ജീവിക്കുന്ന പരിസരങ്ങളിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു മാറി നടക്കുന്നത്. അന്തസ്സും അഭിമാനമുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്തൊരു അവസ്ഥയാ എനിക്കുണ്ടായത്. സ്വന്തം ഭാര്യയുടെ വയറ്റിൽ വിടുന്ന കുട്ടി കണ്ടവന്റേതാണെന്ന് അറിയേണ്ടി വരുന്ന ഒരു അവസ്ഥ. അത് അവന്റെ ആത്മാഭിമാനം തന്നെ തകർക്കും, ഹൃദയത്തെ കൊത്തി നുറുക്കും. അത്തരം ഒരു ദുരനുഭവ എനിക്കുണ്ടായത്. എല്ലാം മനസ്സിന്റെ ഒരു കോണിൽ കുഴിച്ചിട്ട് ഞാൻ ജീവിക്കുന്നതേ മഹാദേവ വർമ്മ എന്ന ആ വലിയ മനുഷ്യനെ ഓർത്ത് മാത്രമാ. നീ ആ നല്ല മനുഷ്യന് ജനിച്ചവളാണോടി? ആ സരസ്വതി വർമ്മ പ്രസവിച്ചതാണോടി നിന്നെ? നിങ്ങൾ എന്നിലെ സ്ത്രീത്വത്തെ അപമാനിക്കാൻ തുടങ്ങിയിട്ട് വർഷം 22 കഴിഞ്ഞു. എന്നെ തകർത്ത് കളഞ്ഞിട്ട് നീ പിന്നെയും വന്ന് എന്റെ മുകളിൽ പ്രസംഗിത്തോടി. 10,000 വട്ടം പറഞ്ഞൊരു നാണം കെട്ട കാര്യം ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കുക. ഞാൻ മഹാദേവ വർമ്മയുടെയും സരസ്വതിയുടെയും മകള് തന്നെയാ. പത്മാവതിക്ക് ആരെയും വഞ്ചിക്കാൻ പറ്റില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, ഇതെല്ലാം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ നിങ്ങളുടെ ചേച്ചി അംബിക പറഞ്ഞു വരുത്തിയ അപവാദ കഥകളാ. അവൾക്ക് ആരുടെ മനസ്സ് കീറി മുറിച്ചാലും ആരെ ഇല്ലാതാക്കിയാലും സ്വത്ത് സമ്പാദിക്കണം. എന്റെയും നിങ്ങളുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടി അവൾ ഹോമിച്ച് കളഞ്ഞ ജീവിതമാ എന്റെയും നിങ്ങളുടെ. അത് ഇതുവരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടില്ല. അത് തിരിച്ചറിയുന്നൊരു കാലം നിങ്ങൾക്ക് വരും. അന്ന് നിങ്ങൾ കരയും. അന്ന് നിങ്ങളുടെ കൂടെ ആരൊക്കെ ഉണ്ടാവുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. ശബ്ദം കുറച്ച് സംസാരിക്കടി. ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാനൊരു മിനിസ്റ്ററും. മിനിസ്റ്റർ? ഏതൊരു ഭരണാധികാരിയുടെയും ലക്ഷ്യം പ്രജകളുടെ ക്ഷേമോ? പ്രജകളുടെ കണ്ണീരൊപ്പാനാ ഭരണാധികാരി അധികാരത്തിലേറുന്നത്. എന്താ ഒരു കേറിങ്? അടുത്തൊന്നും മാറുന്നേ ഇല്ലല്ലോ. പിന്നെ ഇങ്ങനെ കാര്യത്തിൽ മോശമായിരുന്നോ? എനിക്കൊരു ചെറിയ പനി വന്നപ്പോ ഡോക്ടർ തന്ന മെഡിസിനിലെ വിശ്വാസം ഇല്ലാതെ എന്തൊക്കെയോ അഡീഷണൽ മരുന്നുകൾ തന്നു. ചുക്കും കുരുമുളകും തുളസിയിലയും കൂടി ഇട്ട കാപ്പി, പിന്നെ തുളസിയിലയും കൂർക്കയും എന്തോ രാമയിട്ട് ആവി പിടുത്തു. ആമയും മുയലൊന്നും അല്ല, തഴുതാമ, ഒരു പച്ചമരുന്ന്. പിന്നെ കൂർക്കയല്ല, പനിക്കൂർക്ക. പിന്നെ ഈ ആമ മരുന്ന് കൂടാതെ റൂമിൽ കിടന്ന് വട്ടം കറങ്ങി ചില എക്സ്പ്രഷൻസും. വെപ്രാളം, പരവേശം, ആദി, വ്യാധി. അന്ന് ഞാൻ രാജുവിന്റെ പേര് മാറ്റി, വെപ്രാളം രാജു. ഋതികയുടെ പേരൊന്ന് ഞാൻ മാറ്റി. എന്റെ പുതിയ പേരെന്താ? പനിക്കൂർക്ക. പനിക്കൂർക്കയോ? വെപ്രാള രാജു, പനിക്കൂർക്ക. നല്ല ചേർച്ച. നല്ല കോമ്പിനേഷൻ എന്ന് പറയേ. കോമ്പിനേഷനോ? ഓ, ഒരു കാര്യം ചോദിക്കാൻ ഞാൻ ഓർത്തു വെച്ചതാ. ഓർക്കുമ്പോ ചോദിച്ചില്ലെങ്കിൽ പിന്നെ ഞാനത് മറന്നുപോകും. എന്താ ചോദിക്കാനുള്ളത്? രാജുവിന് എന്റെ അമ്മ എവിടെയായിരുന്നു കൃത്യമായിട്ട് അറിയായിരുന്നു. പിന്നെ എന്തിനാ എന്നോടത് മറച്ചു വെച്ച രാജു? അടുത്ത അടി തുടങ്ങാനുള്ള ഒരുക്കാണോ? അടിയും പിടിയൊന്നും ഉണ്ടാക്കാനല്ല. സത്യം പറയേ, എന്തിനാ മറച്ചു വെച്ചേ?
പിള്ളേരെ എന്റെ പൊന്നനിയൻ അവള് കാരണം എന്തൊക്കെ അനുഭവിച്ചു. നാണക്കേട്. സമൂഹത്തില് തലയുയർത്തി നടക്കാൻ പറ്റുമോ? കരയാതെ ചേച്ചി, ഇനി കരഞ്ഞിട്ട് എന്താ ഫലം? മനസ്സിലെ അവള് നിന്നോട് ചെയ്ത ചതിയും വഞ്ചനയും ഇങ്ങനെ തികട്ടി വരുവാ പ്രതാപ. ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൾ അടങ്ങിയിരിക്കുന്നുണ്ടോ? എന്നിട്ടിപ്പോ കള്ള കേസും കൊണ്ട് വന്നിരിക്കുന്നു. ഹോ, എന്റെ ദൈവമേ, ഞാനിതൊക്കെ എങ്ങനെ സഹിക്കും? കരയാനാണല്ലോ എന്റെ വിധി. ചേച്ചി, കരഞ്ഞത് മതി. ചേച്ചി വാ.